പപ്പടം ഇങ്ങനെ കാച്ചുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചെറുപ്പത്തിലും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. അത് പപ്പടം കാച്ചുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വരും. കാരണം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ കാപ്പിയൊക്കെ കുടി കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് പഠിക്കാനിരിക്കും. ആ പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ അമ്മ രാത്രി ഒരു പപ്പടം കാച്ചലുണ്ട്. അത് എല്ലാ ദിവസമല്ല, വെള്ളിയാഴ്ച മാത്രം കേട്ടോ. കാരണം വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾക്ക് അമ്മ ഇറച്ചി മീനൊന്നും ഞങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ വയ്ക്കില്ല. അന്ന് നോയമ്പാണ്. അപ്പോൾ സാമ്പാർ വയ്ക്കും. സാമ്പാറിൻ്റെ കൂടെ അമ്മ പപ്പടം കാച്ചും. അതൊരു 8 മണിക്കാണ് കാച്ചുക. ആ പപ്പടത്തിന് കാച്ചണ മണം കേൾക്കുമ്പോൾ ഞാൻ ഓടി അമ്മയുടെ അടുക്കളയിലേക്ക്, അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. കാരണം എനിക്കൊരു പപ്പടം അമ്മ ഫ്രീ ആയിട്ട് തരും. കാരണം ഞാൻ അമ്മേനെ ആ ഇറുക്കിൽ കുത്തി പപ്പടം എടുക്കാനൊന്ന് സഹായിക്കുകയും ചെയ്യും അന്ന്. അപ്പോൾ കാരണം അമ്മ ഒരു പപ്പടം എനിക്ക് ഫ്രീ ആയിട്ട് തരും. കാരണം അമ്മ അന്നൊക്കെ 7 പേരാണ് വീട്ടിലുള്ളത്, 7 മക്കൾ. അപ്പോൾ 2 പപ്പടം വെച്ച് ഒരു 14 പപ്പടം വറക്കും, അഡീഷണൽ 3 വറക്കും. അതിലൊരു പപ്പടം എനിക്ക് തരും. അപ്പോൾ ഞാൻ ആ പപ്പടം കൊണ്ട് വേഗം ഓടി പഠിക്കുന്നിടത്തേക്ക് അതും കൊണ്ട് പോകാമെന്ന് വെച്ച് ഓടുമ്പോൾ അമ്മ പറയും, വേണ്ട എല്ലാവരും കാണിക്കണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്ന പപ്പടം ചോറിനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പപ്പടത്തിൻ്റെ ഓർമ്മ എനിക്ക് എപ്പോഴും ഈ പപ്പടം കാച്ചുമ്പോൾ ഓർമ്മ വരും എൻ്റെ അമ്മയെ. എന്നാൽ അധികം കറികളും